ഈ ഖബറിനെ പറ്റി അതിനുശേഷമുള്ള ജീവൻ നിങ്ങൾക്കറിയണമോ? ഞാൻ ചുരുക്കി പറയുന്നു. അല്ലാഹ് ഖബറിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഊത്ത് കഴിഞ്ഞ് ഖബറിൽ നിന്ന് മനുഷ്യന്മാരിങ്ങനെ എഴുന്നേറ്റ് ആ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. പയറ്റും കുരു മറ്റ് നമ്മുടെ ഓരോ കുരു കുഴിച്ചിട്ടാൽ അത് മുളക്കുന്നത് പോലെ മനുഷ്യൻ ഖബറിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വരും. അജ്ബുദ്ദനബ് എന്ന് പറഞ്ഞ എല്ലുണ്ടല്ലോ, ഒരിക്കലും ദ്രവിക്കാത്തതും നശിക്കാത്തതുമായ നമ്മുടെ വാൽക്കുറ്റി എന്ന് പറയുന്ന ഒരു എല്ലുണ്ട്. അത് ദുരുമ്പുകയോ അത് നശിക്കുകയോ ചെയ്യില്ല. അതിൽ നിന്നാണ് അല്ലാഹു തആല മനുഷ്യൻ രണ്ടാമത് മുളപ്പിക്കുന്നത്. മുളച്ച മനുഷ്യൻ ഈ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുമ്പോൾ വൈദൻ നുഫൂസു സുവ്വിജത്ത്, ആത്മാവുകൾ വീണ്ടും ഈ ശരീരത്തിൽ വന്ന് കയറുമ്പോൾ 1000 കൊല്ലം ആ ഇരുത്തം ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ ശ്മശാനങ്ങളിലും സെമിത്തേരികളിലും പള്ളിപ്പുരയിടങ്ങളിലും ചൊടലകളിലും എവിടെയൊക്കെ മനുഷ്യന്റെ ഡെഡ് ബോഡി ഉണ്ട് അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നു 1000 കൊല്ലം. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഒരു ഭയങ്കരമായ തീ വരുന്നു. ആ തീ കാണുമ്പോൾ ആളുകളെ എഴുന്നേൽപ്പിക്കുകയാണ്, ഓടുകയാണ്. അതാണ് ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ ഫഇദാ ഹും ബിസ്സാഹിറാ. ഭയങ്കരമായ സൈറം മുഴങ്ങുന്നു. നമുക്കൊക്കെ അനുഭവിക്കാനുള്ളതാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ഒരു സൈറൻ മുഴങ്ങും. ആ സൈറൻ മുഴങ്ങുന്നതോടുകൂടി ആളുകളെല്ലാവരും പോകുന്നു എങ്ങോട്ടാണ്? സാഹിറയിലേക്കാണ്. മശ്ശറായ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത് സാഹിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ് ഈ സാഹിറ? ആ ഭൂമിക്കൊരു പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ മറ്റൊരു ലോകമായി മറിച്ച് ആ ഭൂമിയിൽ സാഹിറ എന്ന് പറയുന്ന ഭൂമിയിൽ മക്കളെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, രക്തം ചൊരിഞ്ഞിട്ടില്ല, അക്രമം ചെയ്തിട്ടില്ല. അത്രക്കും ക്ലിയറായ വെളുവെളുത്തൊരു ഭൂമിയാണ്. വെള്ളിപ്പലക പോലെ വെളുത്തു നിൽക്കുന്ന ആ ഭൂമിയിലേക്കാണ് പോകുന്നത്. ആ ഭൂമിയിലേക്ക് പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ട് എന്നാ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹുജ്റത്തു ശരീഫയിൽ നിന്ന് എഴുന്നേറ്റിട്ട് തങ്ങളാണല്ലോ ആദ്യം ഖബർ പൊട്ടി പുറത്തു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലുള്ള ആ പവിത്രമായിരിക്കുന്ന പാറയുടെ മുകളിൽ ഒരു പ്രകാശത്തിന്റെ കസേരകൾ സ്ഥാപിച്ചിട്ട് തങ്ങൾ ആ കസേരയിൽ ഇരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ അത് വഴിയായിട്ട് ആ സാഹിറയിലേക്ക് ആളുകൾ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകം ആദരവിന്റെ ഉടയാടകളും വസ്ത്രങ്ങളും എല്ലാം നൽകപ്പെട്ട് ആ പാറപ്പുറത്ത് നല്ല സുന്ദരമായ സിംഹാസനത്തിൽ തങ്ങൾ ഇരിക്കുകയാണ്. ഇരുന്നു കൊണ്ട് ലോകത്തുള്ള മനുഷ്യന്മാര് മുഴുവനും പോകുന്നത് പരേഡ്. അല്ലാഹു റസൂൽ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അല്ലാഹ് ഓരോ ഉമ്മത്തും വരുമ്പോൾ ഓരോ ഉമ്മത്തിനെയും ആ ഉമ്മത്തിന്റെ പ്രവാചകന്മാരോടൊപ്പം വരുമ്പോൾ തങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, എന്റെ ഉമ്മത്തെവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, യാ മലായികത്തി, മലക്കുകളെ, ലാ തസൂഖു ഇബാദി റാജിരീന, എന്നെ കൊണ്ട് വിശ്വസിക്കുന്ന എന്റെ അടിമകളെ നിങ്ങൾ നടത്തിക്കൊണ്ടുപോകരുത്. മുഅ്മിനീങ്ങളെ നടത്തിക്കൊണ്ടുപോകരുത്. 10,000 കിലോമീറ്റർ നടക്കണം, ദൂരമുണ്ട്. ആ സ്ഥലത്തേക്ക് എന്റെ അടിമകളെ നിങ്ങൾ നടത്തിയിട്ട് കൊണ്ടുപോകരുത് എന്ന് പറയുമ്പോൾ അതേ മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ പ്രത്യേക വാഹനങ്ങളുണ്ട്. ഇതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കും, ബലിമൃഗത്തെ അറുക്കുന്ന സമയത്ത് പരമാവധി നിങ്ങൾ അതിനെ വണ്ണം കൂട്ടണം. അത് നിങ്ങൾക്ക് ഖിയാമത്ത് നാളിലേക്കുള്ള വാഹനമാണ്. നിങ്ങളെ ഖബറിന്റെ അരികിൽ നിന്ന് സാഹിറയിലേക്ക് പോകാനുള്ള വാഹനമാണ്. അതുകൊണ്ട് ഒട്ടകങ്ങളുണ്ട്, പശുക്കളുണ്ട്, അതുപോലത്തെ പല മൃഗങ്ങളുമുണ്ട്. അതൊന്നും അറുക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത ആളുകൾക്കും വാഹനങ്ങളുണ്ട്. ഇതേ ദുനിയാവിൽ നമ്മൾ കാണുന്ന പോത്തുപോലെ കാള പോലെയല്ല, അതിശീഘ്രം ഓടുന്ന
കുതിരയുടെ സ്പീഡുള്ള മൃഗങ്ങളായി റബ്ബ് കൊണ്ടുവരും. ആ മൃഗങ്ങളെ പുറത്താണ് മുഅ്മിനീങ്ങളൊക്കെ പോകുന്നത്. അതേ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റാത്തവരുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മനുഷ്യൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ 40 രൂപത്തിലാണ് മുത്തുനബിന്റെ ഉമ്മത്തുകൾ ഉള്ളത്. 40 കോലമുള്ള ജനങ്ങളുണ്ട്. പന്നിയുടെ കോലമുള്ളവരുണ്ട്, കൊരങ്ങിന്റെ കോലമുള്ളവരുണ്ട്, വയറ് വീർത്തിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ പൊട്ടുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. കാലുകൾ മേൽപോട്ടാക്കിയിട്ട് മുഖം മാത്രം നിലത്ത് കുത്തിയിട്ട് മുഖം കുത്തിയിട്ട് നിലത്തുകൂടെ വലിക്കുന്നവരുണ്ട്. യഥാർത്ഥ മുഅ്മിനീങ്ങളെ മാത്രമാണ് വാഹനത്തിൽ കൊണ്ടുപോകുന്നത്. ചങ്ങലക്കിട്ട് വലിക്കുന്ന സുബ്ഹാനല്ലാഹ്. എന്റെയും നിന്റെയും കൂടെയുള്ള 2 മലക്കുകൾ അവര് നമ്മ വിട്ടുപിരിയുന്നില്ല. നമ്മൾ കബറിൽ കിടക്കും, നമ്മുടെ കബറും പുറത്ത് കാവലുണ്ട്. എഴുന്നേൽക്കുന്ന സമയത്ത് അവര് സമീപത്തുണ്ട്. അവരെ കൈകളിൽ ചങ്ങലകളുണ്ട്, വലിക്കുന്നുണ്ട്. ആ രൂപത്തിലും ഉമ്മത്തിനെ കൊണ്ടുവരുന്നുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മോടുള്ള മഹബത്ത് എത്രയാണെന്നറിയാൻ നല്ലതാണ്. ഓരോരുത്തരെ കാണുമ്പോഴും ചോദിക്കുന്നു, ജിബ്രീൽ എന്റെ ഉമ്മത്തെവിടെ? അങ്ങയുടെ ഉമ്മത്ത് അവസാനമാണ് വരാൻ പോകുന്നത്. അവസാനമേ ഉമ്മത്തെത്തുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് വലിയ ഒരു വിഭാഗം വരുന്നു. ആ വരുന്നവരെ കൂട്ടത്തിൽ മുഖം വെളുത്തവരുണ്ട്, ഒരുപാട് പ്രത്യേകതകളുള്ളവരുണ്ട്. അത് കാണുമ്പോൾ തങ്ങൾ ചിന്തിക്കുന്നു, എന്റെ ഉമ്മത്താണോ? അല്ല നബിയേ, ഇത് കലീമുല്ലാഹ് മൂസ നബിയും തന്റെ ഉമ്മത്തുമാണ്. അങ്ങനെ കഴിഞ്ഞുപോയി കോടാനുകോടി ജനങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അവസാനം ബഹുമാനപ്പെട്ട ജിബ്രീൽ പൊട്ടിക്കരയുന്നു. ജിബ്രീൽ കരയുന്ന സമയത്ത് ചോദിക്കുന്നു, ജിബ്രീൽ എന്താണ് കരയുന്നത്? ഒന്നുമല്ല, തങ്ങളെ ഉമ്മത്ത് വരുന്നുണ്ട്, തങ്ങളെ ഉമ്മത്ത് വരുന്നുണ്ട്. എന്റെ ഉമ്മത്ത് വരുമ്പോ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഒന്നുമല്ല, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ദോഷികൾ, ആ ദോഷികൾ അവരുടെ രൂപങ്ങളും ഭാവങ്ങളും കെട്ടതകളും പ്രയാസങ്ങളും തങ്ങൾ കണ്ടാൽ തങ്ങൾ കരയുമല്ലോ, തങ്ങൾ ദുഃഖിക്കുമല്ലോ. അതോർത്തുകൊണ്ട് കരയുകയാണ്. മുത്തുനബിന്റെ ഉമ്മത്ത് വരുമ്പോൾ അവരെ കൂട്ടത്തിലാണ് ഞാൻ ഈ പറയുന്നവരൊക്കെ ഉള്ളത്. അവരെ കൂട്ടത്തിലാണ് പന്നികളെ മുഖമുള്ളവര്, അവരെ കൂട്ടത്തിലാ കൊരങ്ങുകളെ പോലെയുള്ളവര്, അവരെ കൂട്ടത്തിലാണ് മുഖകുത്തി നിലത്തുകൂടെ വലിക്കുന്നവര്, അവരെ കൂട്ടത്തിലാണ് വികൃതമായ രൂപമുള്ളവര്. ഇവരെയൊക്കെ കാണുമ്പോ തങ്ങൾ കരയുമല്ലോ എന്നോർത്തിട്ട് ഞാൻ കരഞ്ഞു പോയി. ഹബീബിനെന്തൊരു സങ്കടമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ വളരെ പ്രയാസപ്പെട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അതാ ഈ ഉമ്മത്തുമായിട്ട് പോവുകയാണ്. ആഖിറത്തിൽ അതാ സാഹിറയിലേക്ക് എത്തുമ്പോൾ റബ്ബിന്റെ വിളിയാളം വരുന്നു, ഐന ഹബീബി മുഹമ്മദ്, എന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ എവിടെ, ഹബീബ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ജിബ്രീൽ പറയുന്നു, അല്ലാഹുവേ, ഹബീബായ മുത്ത് വല്ലാത്ത സങ്കടത്തിലാണ്, അവിടുത്തെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ബേജാറിലാണ് എന്നൊക്കെ പറയുമ്പോൾ അതേ കരിവ് ഉമ്മത്തഹു, ഹബീബായ മുത്തുനബിന്റെ ഉമ്മത്തിനെ മുന്നോട്ട് നിർത്തട്ടെ. സുബ്ഹാനല്ലാഹ്, 120 വരികളിലായിട്ടാണല്ലോ നിർത്തുന്നത്. ഒരു വരിയുടെ നീളം എത്രയാണ്?
1000 കൊല്ലം ഒട്ടകങ്ങൾക്ക് നടക്കാൻ മാത്രം ദൂരമാണ്. അതേ 40,000 കൊല്ലം നടന്നെത്തുന്ന ദൂരമാണ് ഓരോ വരിയുടെയും വീതിയുള്ളത്. അങ്ങനത്തെ 120 വരികളിലായിട്ട് നിർത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് മുത്തുനബിന്റെ ഉമ്മത്തിനെ മുന്നോട്ടടിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ ഹബീബ് പറയുന്നു, വേണ്ട റബ്ബേ, എന്റെ ഉമ്മത്തിനെ നിന്നിലേക്ക് വെളിവാക്കണ്ട. ഈ രൂപത്തിൽ മുഖങ്ങളും ഈ രൂപത്തിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കണ്ടിട്ട് തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്തിനെ വെളിവാക്കരുത്, എന്റെ ഉമ്മത്തിനെ നിന്റെ അടുത്തേക്ക് വെളിവാക്കേണ്ടതില്ല, എന്റെ ഉമ്മത്തിനെ കാണിക്കേണ്ടതില്ല. ഹബീബി, പറ്റുന്നതല്ല. ഇന്നത്തെ ദിവസം നിങ്ങളെ ഉമ്മത്തിനെ എന്റെ അരികിലേക്ക് അടുപ്പിക്കാതെ പറ്റൂല, കാണാതെ പറ്റൂല. على ربك صفا لقد جئتمونا كما خلقناكم أول مرة. രണ്ടും മൂന്നും തവണ അല്ലാഹുവിനോട് മുത്തുനബി പറയുന്നു, ഉമ്മത്തിനെ കാണിക്കണ്ട, ഉമ്മത്തിനെ ഹിസാബ് എടുക്കണ്ട, എന്റെ ഉമ്മത്തിനെ അങ്ങോട്ട് കൊണ്ടുവരണ്ട. നിർബന്ധം പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുത്തുനബി പറയുന്നു, റബ്ബേ, എനിക്കൊന്നു സമ്മതം തരണം. ഇലാ ആദമ, ഞാൻ ആദമനെ ഒന്ന് കണ്ടോട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒന്ന് കണ്ടിട്ട് ആദം നബിയോട് ചെന്നിട്ട് മുത്തുനബി പറയുകയാണ്, ഉപ്പാ, ഹാദിഹി ഉമ്മത്തി വഅൻത അബൂഹും വഅന നബിയുഹും. ഇത് എന്റെ ഉമ്മത്താണ്, ഞാൻ ഇവരെ നബിയാണ്, നിങ്ങൾ ഞങ്ങളെ ഉപ്പയാണ്. അതുകൊണ്ട് നഹ്നു നഖ്സിമുഹും, ഇവരെ സർവ്വ കുറ്റങ്ങളും നമുക്കൊന്ന് വിഹിരിച്ചെടുത്തൂടെ, നമുക്കൊന്ന് ഏറ്റെടുത്തൂടെ. എനിക്കും നിങ്ങൾക്കും വാപ്പ എന്ന നിലക്ക് നിങ്ങളും, നബി എന്ന നിലക്ക് ഞാനും, നമുക്കൊന്ന് ഏറ്റെടുത്തൂടെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവരെ ഉപ്പ നിങ്ങളല്ലേ, ഞാൻ നബിയാണ്. അപ്പൊ എനിക്കും നിങ്ങൾക്കും കൂടി ഇവരെ പാപങ്ങളെ ഏറ്റെടുക്കാം, അള്ളാഹുവിനോട് ഏറ്റെടുക്കാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയും, പറ്റില്ല, എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾക്ക് പടച്ച റബ്ബ് ഇറക്കി തന്ന ഖുർആനിൽ ഫഅസാദമു റബ്ബഹു ഫഗവാ, ഫഅസാദമു റബ്ബഹു ഫഗവാ. ആദം റബ്ബിന്റെ കൽപ്പനക്കെതിരെ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന, അർത്ഥം ജ്വലിപ്പിക്കുന്ന കലാം ഖുർആനിലില്ലേ, അതേപോലെ തൗറാത്തിലില്ലേ. അതുകൊണ്ട് ഞാൻ അന മശ്ഹൂറും ബിനഫ്സി, ഞാൻ എന്റെ സ്വന്തം ശരീരവുമായി തന്നെ വലിയ ബേജാറിലാണ്, എനിക്ക് പറ്റുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കൈയും മൂർദാവിൽ വെച്ചുകൊണ്ട് അയ്യം വിളിച്ച് പിരിഞ്ഞു പോരുന്നു. കൃത്യമായ ഹദീസിൽ കാണാം, വല്ലാതെ റസൂൽ ഇങ്ങനെ കരയുന്നു, അല്ലാഹ്, ഈ ഉമ്മത്തിനെ ഇനി അങ്ങ് വെളിവാക്കിയാൽ, ഇവരെ പടച്ച റബ്ബ് ഹിസാബ് ചെയ്താൽ, ഇവരെ റബ്ബ് കണ്ടാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പിത്തിനിശാരശോട് ആദം നബിന്റെ അടുത്ത് തിരിച്ചു പോരുന്നു. പിന്നീട് സഹോദരന്മാരെ, എന്താണ് സാഹിറയിൽ സംഭവിക്കുന്നത് എന്നറിയുമോ? ആദ്യമായിട്ട് പടച്ച റബ്ബ് പറയുന്നു, ലഉ മിൻബറൻ ലിഹബീബി മശ്ശറാ വൻസബയിൽ. ആദ്യമായിട്ട് ഭയങ്കരമായ മിമ്പർ, ഒരു സ്റ്റേജ് റസൂലുള്ളാഹിക്ക് സ്ഥാപിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഭയങ്കരമായ മിമ്പർ സ്ഥാപിക്കുന്നു. ആ മിമ്പറിന്റെ അടുത്ത് ലിവാഉൽ ഹംദ് എന്ന കൊടി നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് നാട്ടപ്പെടുന്നു. ലിവാഉൽ ഹംദ് എന്ന കൊടിക്ക് അതിന്റെ സമീപത്തായിട്ട് അല്ലാഹ് 70,000 സഫ് മലക്കുകൾ നിൽക്കുന്നു. 70,000 സഫ് മലക്കുകൾക്ക് ഓരോ സഫിലും 5 ലക്ഷം മലക്കുകളാണ്.
70,000 സഫുകളാണ്. ഓരോ സഫിലും 5 ലക്ഷം മലക്കുകളാണ്. ആ മലക്കുകൾക്കൊക്കെ ചെറിയ കൊടികളാണ്. ലിവാഉൽ ഹംദ് എന്ന കൊടിയോട് സമാനമായിട്ടുള്ള കൊടികളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങൾക്ക് വേറെ വേറെ കൊടികളാണ്. സിദ്ദീഖുൽ ലിവാഉസ് സിദ്ദീഖ് എന്ന കൊടിയുണ്ട്. ഉമറുൽ ഫാറൂഖ് ലിവാഉൽ അദ്ൽ എന്ന കൊടിയുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കൊടിയുണ്ട്. മഹാനായ മുആദ് ജബൽ തങ്ങൾക്ക് കൊടിയുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം കൊടികളുണ്ട്. ലിവാഉസ് സിദ്ദീഖ് ഏറ്റവും കൂടുതൽ സത്യത്തിൽ വിജയിച്ചിട്ടുള്ള, സത്യത്തിൽ പേര് കേട്ടിട്ടുള്ള, സത്യം കൊണ്ട് തിളങ്ങിയിട്ടുള്ള ആളുകൾ മുഴുവനും സിദ്ദീഖുൽ അക്ബറിന്റെ ലിവാഉസ് സിദ്ദീഖ് എന്നതിന്റെ പിറകിലാണ്. ആ കൊടിക്ക് പിറകിൽ നിൽക്കുകയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നീതിയിൽ തിളങ്ങിയിട്ടുള്ള ആളുകൾ മുഴുവനും ലിവാഉൽ അദ്ൽ എന്ന കൊടിയുടെ പിറകിലാണ്. അതേ സമയത്ത് ഫിഖ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ വല്ലാതെ പാണ്ഡിത്യത്തിൽ ഫിഖ് മാത്രം പഠിച്ചിട്ട് അതിന് മാത്രം ജീവിതം ചെലവഴിച്ച നമ്മുടെ ഉസ്താദുമാരില്ലേ, പല ഉസ്താദുമാർ, ഒക്കെ ഉസ്താദ്, അതുപോലെ തന്നെ പല ഉസ്താദുമാര് അവരെ ജീവിതം മുഴുവനും ഫിഖിലായിട്ട് ചെലവഴിച്ചവരാ. അവര് മുഴുവനും മഹാനായ മുആദ് തങ്ങളുടെ ലിവാഉൽ ഫിഖ് എന്ന കൊടിയുടെ പിറകിലാണ്. അമ്പിയാക്കൾക്കൊക്കെ കൊടികളാണ്. വിശുദ്ധ കഅബാൻ മക്കത്ത് ഹജ്ജിന് എന്നാൽ അറഫാത്തിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഓരോ രാട്ടങ്ങളെ കൊടികൾ. ആ രാട്ടത്തിൽ തന്നെ പല ഗ്രൂപ്പുകൾക്കുള്ള കൊടികൾ. ആ കൊടികളെ കണ്ട് തിരിച്ചറിയുന്നത് പോലെ മശ്റയിൽ കൊടികൾ സ്ഥാപിക്കപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ഈ അതേ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ലിവാഉൽ ഖിറാഅ ഓത്തിന്റെ കൊടികളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പലർക്കും പല കൊടികൾ ഉണ്ടാകുമ്പോ, പല കൊടികൾക്ക് പിറകിലും ആളുകൾ നിൽക്കുമ്പോ നമുക്ക് ഏതെങ്കിലും ഒരു കൊടിയുടെ പിറകിലൊന്ന് നിൽക്കണ്ടേ? ലിവാഉൽ ഖിറാഅ ഏറ്റവും ഖുർആൻ ഓതി എപ്പോഴും ഖുർആനുമായിട്ട് ഓത്തുമായിട്ട് ഇടപഴകിയിട്ട് ജീവിച്ചവർ അവര് മഹാനായ അതേ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊടിയുടെ പിറകിൽ നിൽക്കുന്നു. ധർമ്മത്തിന്റെ കൊടി, ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിട്ടുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊടിയുണ്ട്. ധർമ്മത്തിന്റെ കൊടി, അതുപോലെ സൽക്കാരത്തിന്റെ കൊടി. അല്ലാഹ് ആദം നബിക്കൊരു കൊടിയുണ്ട്, ലിവാഉത് തൗബ. അതേ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങി 300 കൊല്ലം ആദം നബി കരഞ്ഞതല്ലേ? ആ കരഞ്ഞ സ്ഥലത്ത് പൊട്ടിമുളച്ച മരമല്ലേ? സുബ്ഹാനല്ലാഹ്. ചന്ദനം, ചന്ദൽ എന്ന് പറയുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീര് വിറ്റി വീണ സ്ഥലത്ത് അവിടുന്ന് പൊട്ടിമുളച്ച മരമാണ് സന്തൽ എന്ന മരമെന്ന് ചരിത്രത്തിലില്ലേ? അതുപോലെ ലിവാഉത് തൗബ ആദം നബിയാണ് ആ കൊടിയേന്തിയിട്ടുള്ളത്. ഇങ്ങനെ ഓരോരുത്തരും കൊടിയുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഓ മുസ്ലിമീങ്ങളെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട 40 രൂപത്തിലുള്ള ആളുകൾ, അവരെ കാര്യം വളരെ ദയനീയമാണ്. സുബ്ഹാനല്ലാഹ്. ഏതൊക്കെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്? എല്ലാവരും വരിക്കിങ്ങനെ നിന്നിട്ട് ആ സാഹിറ എന്ന മരുഭൂമിയിൽ നിന്നിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കേട്ടോളൂ. ഓരോന്നും തെർത്തീബോടുകൂടി കേട്ടോളൂ. ആദ്യമായിട്ട് പിന്നീട് സംഭവിക്കുന്നത് സൂര്യനെ കൊണ്ടുവരലാണ്. സൂര്യനെ മശ്ശറിലേക്ക് കൊണ്ടുവരുന്നു, സാഹിറയിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സൂര്യന്റെ ഇപ്പോഴുള്ള വലിപ്പത്തിനേക്കാൾ 360 ഇരട്ടി വലിപ്പത്തിലാണ് സൂര്യനെ കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഇപ്പോഴുള്ള സൂര്യത്തിന്റെ താപത്തേക്കാൾ 40 ഇരട്ടി താപത്തോടുകൂടിയാണ് സൂര്യത്തെ കൊണ്ടുവരുന്നത്. സൂര്യൻ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് 1 ഇഞ്ചെങ്ങാനും മേൽപോട്ട് കയറിയാൽ
ഈ പ്രപഞ്ചം മൊത്തം തണുത്തുറച്ച് രക്തം കട്ട പിടിച്ച് ആളുകൾ മരിച്ചു പോകുന്നതാ. ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ഇഞ്ച് താഴേക്ക് സൂര്യൻ താഴ്ന്നാൽ മനുഷ്യൻ ചൂട് കൊണ്ട് ഈ ദുനിയാവ് മൊത്തം പതച്ച് മരിച്ചു പോകുന്നതാ. അത്രയും ഭയങ്കര ശക്തിയുള്ള താപമല്ലേ സൂര്യനുള്ളത്. നിങ്ങൾക്കറിയില്ലേ എത്ര കോടിക്കണക്കിന് അതിന്റെ പ്രകാശത്തിന്റെ രശ്മി മാത്രമാ ഭൂമിയിലേക്ക് എത്തുന്നത്. അത്ര ഭയങ്കര സൂര്യനെ അല്ലാഹുദാ കൊണ്ടുവരുന്നു. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? സുബ്ഹാനല്ലാഹ്, 20 ലക്ഷം ഭൂമി ഇപ്പോഴുള്ള സൂര്യനിൽ വെക്കാൻ മാത്രം വിശാലമുണ്ട്. ഈ സൂര്യന് എത്ര വലിപ്പമുണ്ട്? ആ സൂര്യന് 360 ഇരട്ടി വലിപ്പത്തോടു കൂടിയാണ് കൊണ്ടുവരുന്നത്. അതിനേക്കാൾ ഭയങ്കര താപത്തിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ സൂര്യനെ കൊണ്ടുവരുമ്പോ വഖറത്ത് സാജിദാ, ഈ സൂര്യൻ സുജൂദ് ചെയ്യുകയാണ്. സുജൂദ് ചെയ്തുകൊണ്ട് പടച്ച റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ട് വരുന്ന സൂര്യൻ, ഈ സൂര്യൻ അല്ലാഹു തആല ഞെട്ടിക്കുകയാണ്, വല്ലാതെ പേടിപ്പിക്കുകയാണ്. അമർത്ത, അതല്ല സൂര്യനോട് ചോദിക്കുന്നു, നീ കൽപ്പിച്ചിരുന്നു ഇബാദി, എന്റെ അടിമകളോട്, ഞാൻ പടച്ച പടപ്പുകളോട്, സൃഷ്ടികളോട് നിനക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരുന്നുവോ, നിനക്ക് ഇബാദത്തിന് കൽപ്പിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമ്പോഴേക്ക് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, അല്ലാഹ് ഞാനത് കൽപ്പിക്കുമോ? ഞാൻ തന്നെ നിനക്ക് സുജൂദ് ചെയ്യുകയാ, നിന്റെ സൃഷ്ടിയാ. ലോകത്തേറ്റവും കൂടുതൽ ആളുകൾ സൂര്യാരാധനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സൂര്യനെ ആരാധിച്ചവര് മുഴുവനും, സൂര്യനെ ദൈവമായി കണ്ടവര് മുഴുവനും പേടിച്ച് വിറച്ചു പോയി, നിസ്സഹായരായി പോയി. ആ നിനക്ക് സൂര്യനെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി. എങ്ങനെയാണ് നിർത്തിയത്? ഒരു മനുഷ്യൻ തന്റെ കൈ കൊണ്ട് ഉയർത്തിയാൽ, കൈയങ്ങ് പൊക്കിയാൽ തട്ടുന്ന രൂപത്തിൽ അല്ലാഹു സാഹിറയ്ക്ക് മുകളിൽ സൂര്യനെ നിർത്തിപ്പോയി. ആ നിലക്ക് സൂര്യനെ അല്ലാഹു കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കാലമാണ് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? മനുഷ്യന്റെ ചരിത്രം തുടങ്ങിയിട്ട് കൃത്യമായ രേഖയനുസരിച്ച് 10-12,000 വർഷമേ ആയിട്ടുള്ളൂ. ഫോസിലുകളും പലതും കണ്ടെത്തി പരിശോധിച്ചിട്ട് നിയാണ്ടത്താൻ മനുഷ്യനെന്നൊക്കെ പറഞ്ഞ പലതും ഐതിഹ്യവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായി ചരിത്രമുള്ളത് ആദം നബി മുതൽക്ക് മാത്രമാണ്. വേദങ്ങൾ അങ്ങനെ പറയുന്നുള്ളൂ, ചരിത്രത്തിൽ അത്രേ പറയാൻ കിട്ടുന്നുള്ളൂ. ഒരു 10-12,000 കൊല്ലം അതിന്റെ മുമ്പത്തെ ചരിത്രമില്ല. അതേ സമയത്ത് കിട്ടിയ ചില ഫോസിലുകളും മറ്റും പരിശോധിച്ചിട്ട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിയാണ്ടത്താൻ എന്ന് പറയുന്ന മനുഷ്യരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, എന്നല്ലാതെ ചരിത്രത്തിലില്ല. അതേ സമയത്ത് മശ്ശറയുടെ ഒരു ദിവസത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് കെട്ടുകഥയല്ലല്ലോ പറയുന്നത്, ലഈഫ് ഹദീസല്ലല്ലോ പറയുന്നത്, മറ്റ് ഐതിഹ്യമല്ലല്ലോ പറയുന്നത്. നമ്മളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനല്ലേ പറയുന്നത്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ഒരു ദിവസമാണ്. 50,000 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു മനുഷ്യൻ 100 വയസ്സ് ജീവിച്ചാൽ 35,600 ദിവസമാണ് ജീവിക്കുന്നത്. ഒരു മനുഷ്യന് 100 വയസ്സ് ആയുസുണ്ടെങ്കിൽ എത്ര ദിവസമാണ് അവൻ ജീവിക്കുന്നത്? 35,600 ദിവസമാണ്. അതേ സമയത്ത് നിങ്ങൾ ഓർത്തു നോക്കും, മശ്ശറയിലെ ഒരു ദിവസം നിങ്ങൾ ഇന്ന് ഓർത്തു നോക്കൂ. 35,600 ദിവസമല്ല, മാസമല്ല, കൊല്ലമല്ല, മറിച്ച് 50,000 കൊല്ലമാണ്. ആ നിലയ്ക്ക് ഈ സൂര്യന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സൂര്യന്റെ മുൻപിൽ ഈ രൂപത്തിൽ നിൽക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹ് പറഞ്ഞതെല്ലാവർക്കും അറിയാ. എന്തൊരു വിയർപ്പാ! ഹബീബ് അതിന് ഉദാഹരണം പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? കിനാനത്തിൽ അമ്പ് നിറച്ചതുപോലെ അമ്പുകൾ ഏത് പ്രകാരമാണോ
ആവനായിൽ കുത്തി നിറച്ചത് ഇതുപോലെയാണ് മഹ്ശറിൽ നിൽക്കുന്നത്. ആവനാഴിയും അമ്പും ഇപ്പോഴത്തെ ആളുകൾക്കറിയില്ലല്ലോ. മനസ്സിലാവാൻ പറയാം. നമ്മുടെ പല്ല് കുത്തുന്ന കോലുകള് അല്ലെങ്കിൽ നമ്മൾ കഴിച്ചുന്ന ബഡ്സുകള് ഏത് പ്രകാരമാണോ അതിന്റെ പാത്രത്തിൽ അടക്കി വെച്ചിരിക്കുന്നത്, ഇതേപോലെ റബ്ബ് അടുക്കി വെച്ചിരിക്കുകയാ. ആ നിലക്ക് മനുഷ്യൻ ഇങ്ങനെ വിയർക്കുകയാ. പ്രത്യേകം സംവിധാനങ്ങളാ, നിരൂപിക്കാൻ കഴിയില്ല, ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല, നിഷേധിക്കാൻ പറ്റൂല. സദറുൻ നുബുവത്ത് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ ഇതിലൊന്നും മാർഗമില്ല. ഓരോ മനുഷ്യന്റെയും തെറ്റുകൾ അനുസരിച്ച് കാലുകളിൽ വിയർപ്പ് എത്തുന്നവരുണ്ട്, മുട്ടുവരെ വിയർപ്പുള്ളവരുണ്ട്. ഹബീബായ മുത്തുനബി പറയുന്നു, മൂക്ക് വരെ വിയർപ്പിൽ മുങ്ങിയിട്ട് മൂക്ക് ഇങ്ങനെ മേൽപോട്ട് പിടിച്ചിട്ട് ശ്വാസം വിടുന്നവരുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന വിയർപ്പ് 7 ബാൾ 7 മാറ് അകലത്തിലേക്ക് താഴ്ന്നിറങ്ങുന്നുണ്ട്. ഈ നിലക്ക് ഇങ്ങനെ മഹ്ശറിൽ നിൽക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അതാ ഒരു വലിയ കുഴല് ഇങ്ങനെ നീണ്ടു വരുന്നു. ആ നീണ്ടുവരുന്ന കുഴല് പോലത്തെ ഒരു സാധനം അത് 3 ഇതളുകളായിട്ട് മാറുന്നു. അത് നിഴലാകുന്നു. ഇന്തലിഖൂ ഇലാ മിൻ ദീ സലാസി ശുഅബ് ലാ ളലീലിൻ വലാ യുഗ്നീ മിനൽ ലഹബ്. ഈ കറുത്ത സാധനം ഇങ്ങ് വരുമ്പോൾ അത് തണലാണെന്ന് കരുതിയിട്ട് ആളുകൾ അതിന്റെ പിറകിലേക്ക് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. 3 തണലുണ്ട്, 3 ഇതളുകളാണ്, കറുകറുത്തതാണ്. അതിന്റെ താഴ്ഭാഗത്ത് തണലുള്ളതുണ്ട്. അതേ വിശ്വാസികൾ, അവിശ്വാസികൾ, കപട വിശ്വാസികൾ, മുനാഫിക്കുകൾ, ഈ 3 രൂപത്തിലായി ഒരു വലിയ കറുത്ത സാധനം ഇങ്ങനെ നീണ്ടുവരുന്നു. അല്ലാഹ്, ഒരു നിന്റെ താഴ്ഭാഗത്ത് ശക്തമായ ചൂട് പ്രവഹിക്കുന്നു. ഈ സൂര്യന്റെ താപത്തിന് പുറമേ തണലാണെന്നും കരുതിയിട്ട് അതിന്റെ താഴേക്ക് നിൽക്കുമ്പോ അതിൽ നിന്ന് താഴേക്ക് പ്രസരിക്കുന്നത് ഭയങ്കര ചൂടാണ് കേട്ടോ. വിശുദ്ധ ഖുർആൻ അത് തീർത്തു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് യുദ്ധത്തിന് പോകാൻ പറയുമ്പോ, പല കാര്യങ്ങൾക്കും പറയുമ്പോ മുനാഫിക്കീങ്ങൾ പറഞ്ഞിരുന്നില്ലേ, ലാ തൻഫിറൂ ഫിൽ ഹർരി. അതേ, ചൂടത്ത് യുദ്ധം ചെയ്യാൻ പറ്റുമോ? ചൂടത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ചൂട് സഹിച്ച് നിസ്കരിക്കാൻ നമുക്ക് കഴിയോ? ചൂടത്ത് യുദ്ധത്തിന് പോകാൻ കഴിയോ? ചൂട് എന്തൊരു ചൂട്, എന്തൊരു ചൂട് എന്ന് പറയുന്ന മുനാഫിക്കീങ്ങളോട് ഖുർആൻ പറഞ്ഞത്, നാറു ജഹന്നമ അശദ്ദു ഹർറാ. നരകത്തിന്റെ ചൂട് ഇതിനേക്കാളൊക്കെ ശക്തമാണ് കേട്ടോ. ആ മഹ്ശറയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ആ 3 തണലുകള്, അതിൽ ഒന്ന് ഭയങ്കരമായ ചൂടാണ്, അത് മുനാഫിക്കീങ്ങൾക്കാണ്. അതേ, സത്യനിഷേധികളായ അവിശ്വാസികൾക്കും അതിഭയങ്കരമായ ചൂട് തന്നെയാണ്. അതേ സമയത്ത് മുഅ്മിനീങ്ങൾക്ക് തണലാണ്. ഇങ്ങനെ ഈ മഹ്ശറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അന്നത്തെ ലോകത്ത് ആ സമയത്ത് ഒരാൾക്കും ഒരു തുള്ളി വെള്ളം കിട്ടൂല, ഭക്ഷണം കിട്ടൂല. മുസ്ലിമീങ്ങളെ നിങ്ങൾക്കൊന്ന് കേൾക്കണോ, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കേൾക്കണോ, ഈ ദുനിയാവിൽ വെച്ച് വല്ല തെറ്റും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഏത് തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ പടത്തറബ് ശിക്ഷിക്കാതിരിക്കൂല. അവൻ നരകത്തിലേക്ക് ഇട്ടില്ലെങ്കിൽ തന്നെ, നരകത്തിലേക്ക് എത്തിയില്ലെങ്കിൽ തന്നെ, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ തന്നെ ആ ശിക്ഷ നൽകാതെ റബ്ബ് വിടൂല. അൽയൗമ കുല്ലു നഫ്സിൻ തുജ്സാ, കുല്ലു നഫ്സിൻ തുജ്സാ ബിമാ കസബത് ലാ ദുൽമൽ യൗം. ഏത് തെറ്റ് ചെയ്തവർക്കും അതിന്റെ പ്രതിഫലം കിട്ടാതെ ഈ ദിവസം തീരൂല.
അക്രമമില്ല. ഒരു തെറ്റും കുറ്റവും ചെയ്യാത്തവനും ഇഷ്ടം പോലെ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ട് സുഖിച്ച് കളിച്ച് രമിച്ച് ജീവിച്ചവനും ഒരുപോലെയല്ല. മുസ്ലിമീങ്ങളെ, ഇത്ര വസ്തുനിഷ്ഠമായിട്ടൊരു പക്ഷേ ആരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാനിതാ തീർത്തു പറയുന്നു, ദുനിയാവിൽ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ, ദുൽമ് ചെയ്തിട്ടുണ്ടോ, ദോഷം ചെയ്തിട്ടുണ്ടോ, എവിടെയെങ്കിലും വെച്ചിട്ട് റബ്ബ് തീർക്കാതിരിക്കൂല, ശിക്ഷിക്കാതിരിക്കൂല, അതിന് മാപ്പില്ല. ഇന്ന് ആർക്കും ദുൽമില്ല, അണുമണി തൂക്കം ദുൽമില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷയില്ല, ചെയ്ത കുറ്റത്തിന് ശിക്ഷയില്ലാത്തതില്ല. അത്രയും നീതി നടപ്പാക്കുന്ന ദിവസമാണ് ഈ കഥാ. 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യം വരുന്ന സാഹിറയിൽ നിൽക്കുമ്പോ തുള്ളി വെള്ളം കിട്ടൂല. അന്ന് വെള്ളം കിട്ടുന്ന ഒരേ ഒരു വിഭാഗമുണ്ട്. അന്ന് വെള്ളം കിട്ടുന്നതാർക്കാ? ദാഹജലം കൊടുക്കുന്നതാർക്കാ? മുസ്ലിമീങ്ങളെ, മശ്റയിൽ വെള്ളം കിട്ടുന്ന ഒരു ടീമിന് മാത്രമാണ്, ഒരൊറ്റ ടീമിന് മാത്രമാണ്. അതാരാ? അത് ചെറിയ കുട്ടികൾ മരിച്ചുപോയവരാണ്. കാലച്ചെറുപ്പത്തിൽ ചെറിയ പിഞ്ചുമക്കൾ മരിച്ചുപോയ ആ കുട്ടികൾ കൂജയുമായി വെള്ളം കൊണ്ടുവന്ന് അവരെ മാതാപിതാക്കൾ കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാതെ മശ്റയിൽ വെള്ളം കിട്ടുന്ന സംവിധാനമില്ല. സമയത്ര കഴിയണം ഞങ്ങൾ വിചാരിച്ചേ, കൊല്ലഞ്ഞത്ര കഴിയണം. ഈ ചെറിയ കുട്ടികൾ, കാലച്ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ടുള്ള കുട്ടികൾ, ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കും, പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഓരോ വീട്ടിൽ നിന്ന് എത്ര കുട്ടികളാണ് മരിച്ചു പോയിരുന്നത്. അധിക വീടുകളിൽ നിന്ന് 1ഉം 2ഉം കുട്ടികളൊക്കെ മരിച്ചു പോവുമായിരുന്നു. ഇപ്പൊ ആ പരിപാടിയില്ല. കുട്ടികൾ മരിച്ചു പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്, കുട്ടികളൊന്നും മരിച്ചു പോകണ്ട. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫദ്ൽ കൊണ്ട് വലിയ പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഗതിയും ഇന്നില്ല എന്നർത്ഥം. മുമ്പ് അതൊന്നും ഇപ്പോൾ ഒരാൾ അമൽ ചെയ്ത് കിട്ടണമല്ല. അവനവന്റെ ചെറിയ കുട്ടികൾ മരിച്ചു പോവുക, മരിച്ചു പോയിട്ട് ഗുണം കിട്ടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അമല അല്ല. പക്ഷെ അങ്ങനത്തെ മനുഷ്യന് പ്രതിഫലം കിട്ടാനുള്ള, ഖൈറ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഇന്നത്തെ ലോകത്ത് ഇല്ലാതെയായിരിക്കുന്നു. എവിടെയും അങ്ങനെ കാണുന്നില്ല. ഒന്നാമത് മരിച്ചു പോകാൻ മാത്രമുള്ള കുട്ടികളില്ല, 2ഓ 3ഓ കുട്ടികളൊക്കെ അല്ലോ. അതേ സമയത്ത് മുമ്പ് അങ്ങനല്ല. ഒട്ടുമിക്ക വീടുകളും ചെറിയ കുട്ടികൾ മരിക്കാറുണ്ട്. ചെറിയ കുട്ടികൾ മരിച്ചുപോയ മാതാപിതാക്കൾ സന്തോഷത്തിലാണ്. ആ കുട്ടികൾ കൂജയിൽ വെള്ളവുമായിട്ട് മശ്ററിൽ വന്നുകൊണ്ട് വിതരണം ചെയ്യും. ഹബീബ് റസൂലുള്ളാഹ് ഈ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ്, സഹോദരന്മാരെ, ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സൂര്യനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സൂര്യന് ശേഷം ഈ തണല് വന്നിരിക്കുകയാണ്. പിന്നീട് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അർശ് എന്ന പടപ്പ് കൊണ്ടുവരികയാണ്. റബ്ബിന്റെ സിംഹാസനമാണ് പിന്നീട് കൊണ്ടുവരുന്നത്. യഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമൈദിൻ സമാനിയ. അല്ലാഹുവിന്റെ അർശ് 7 ആകാശഭൂമികളെ മുഴുവനും വലയം ചെയ്തതാണ്. അവന്റെ കുർസിയെ, ആ കുർസിയെ മൊത്തം വലയം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അർശ് ആ സിംഹാസനത്തെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. അർശിനെ അന്ന്, ഇപ്പോൾ അർശിനെ ചുമയ്ക്കുന്നത് 4 മലക്കുകളാണ്. നിസ്സാരമാണെന്ന് കരുതണ്ട. ഈ ദുനിയാവ് മൊത്തം വിശാലമാകുന്ന മലക്കുകളാ. അങ്ങനത്തെ 8 മലക്കുകളാണ് അന്നർശിനെ കൊണ്ടുവരുന്നത്, ചുമന്നു നിൽക്കുന്നത്. ആ മലക്കിന്റെ, ഒരു മലക്കിന്റെ കാല്, അതാ സുബ്ഹാനല്ലാഹ്, 2 കാലുകൾക്കിടയിലുള്ള അകലം നബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന മുഴുവൻ സ്വഹീഹായ ഹദീസുകളാണ്. ഇമാം ഹാഫിദ് ഇബ്നു അബി ദുനിയ, ഇമാം ബസ്സാർ, ഇമാം ദൈലമി പോലത്തെ പണ്ഡിതന്മാര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹ ഹദീസുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. എല്ലാം ഖുർആനിലുള്ളതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അതിനെ കൃത്യമായിട്ട് അതിന്റെ സന്ദർഭങ്ങളും അതിന്റെ സ്ഥലങ്ങളുമേ റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ വളരെ അപൂർവമായിട്ടാണ് അഇമ്മത്തി ഏകോപിച്ചിട്ടുള്ളത്. ഇബ്നു കസീർ തങ്ങൾ പറയുന്നത് കാണാം, ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയ പണ്ഡിതന്മാര് തന്നെ കുറവാണ്, അത് സംയോജിപ്പിച്ച പണ്ഡിതന്മാര് കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി ഞാനത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ അർശിന്റെ കാലുകൾ, ഈ അർശിന്റെ കാലുകൾക്കിടയിൽ 20,000 കൊല്ലം നടക്കാനുള്ള ദൂരമുണ്ട് ഒരു കാലിന്റെയും മറ്റേ കാലിന്റെയും ഇടയ്ക്ക്. അത്ര ഭയങ്കരമായ സൃഷ്ടിയാകുന്ന ഈ അർശിനെ കൊണ്ടുവന്നാൽ, ഈ മശ്ശഈ സാഹിറയിൽ സ്ഥാപിക്കപ്പെട്ടാൽ, അപ്പോഴാണ് അർശിന്റെ തണല് നൽകപ്പെടുന്നത്, അപ്പോഴാണ് അർശിന്റെ തണല് കിട്ടുന്നത്. 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണല് കിട്ടുമെന്ന് പറഞ്ഞ ഹദീസ് നമുക്കൊക്കെ അറിയാം. സുബ്ഹാനല്ലാഹ്. പക്ഷേ 7 വിഭാഗത്തിന് മാത്രമാണ് അർശിന്റെ തണലെന്ന് കരുതരുത്. ആ ഹദീസിൽ 7 വിഭാഗം എന്നാണ് പറഞ്ഞത്. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർശിന്റെ തണല് കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സാധാരണ 7 വിഭാഗം ആളുകൾ ആരാ നിങ്ങൾക്കൊക്കെ അറിയും. സബ്അത്തു യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ മാത്രം മശ്ശറിൽ കിട്ടുന്ന 7 വിഭാഗം ആളുകൾ ഉണ്ട്. അതെപ്പോഴും നിങ്ങൾ കേൾക്കുന്നതും അറിയുന്നതും കൊണ്ട് ഞാനത് പറയുന്നില്ല. സലാസത്തുൻ, വേറൊരു 3 വിഭാഗമുണ്ട്. ആ 3 വിഭാഗത്തിന് അർശിൽ വല്ലാത്ത അർശിന്റെ തണലുണ്ട്. അതാരാണെന്നറിയുമോ? മൻ ഫറജ അൻ മക്റൂബിൻ മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിൽ നിന്ന്, എന്റെ സമുദായത്തിൽ നിന്ന് വല്ലാതെ പ്രയാസപ്പെടുന്ന, വേദന കടിച്ചെറുക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, വേദനിച്ച് കഷ്ടപ്പെടുന്നവന്റെ ദുരിതം അകറ്റുന്നവനാരുണ്ടോ? ആശ്വാസം നൽകുന്നവനാരുണ്ടോ? എന്റെ ഉമ്മത്തിൽ നിന്ന് വേദനിച്ചവന്റെ വേദന കണ്ടറിഞ്ഞിട്ട് അത് പരിഹരിക്കുന്നവനാരുണ്ടോ? അവന് അർശിന്റെ തണലുണ്ട്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ സുന്നത്ത് ജീവിപ്പിച്ചവന് അർശിന്റെ തണലുണ്ട്. എന്റെ സുന്നത്ത് മങ്ങിപ്പോകുമ്പോൾ, എന്റെ സുന്നത്ത് അവഗണിക്കപ്പെടുമ്പോൾ, എന്റെ സുന്നത്ത് തിരസ്കരിക്കപ്പെടുമ്പോൾ, കേരളത്തിൽ 10,000-കണക്കിന് പള്ളികൾ ഉണ്ടായിട്ട്, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഉണ്ടായിട്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുണ്ടായിട്ട്, അല്ലാഹുവിന്റെ റസൂല് കൃത്യമായിട്ട് റമദാൻ അവസാനത്തെ 10 മൊത്തം ഇഅ്തികാഫിരുന്നിട്ട് അങ്ങനത്തെ ഒരു സുന്നത്ത് പോലും ഉണ്ടെന്നറിയാതെ എന്റെ ഉമ്മത്ത് സുന്നത്തിൽ നിന്ന് അകന്നകന്ന് കഴിയുമ്പോൾ, അവഗണിക്കുമ്പോൾ, ആരാണ് ആ സുന്നത്ത് ജീവിപ്പിക്കുന്നത്? ആരാണ് ആ സുന്നത്ത് സജീവമാക്കുന്നത്? അവന് എന്റെ അർശിന്റെ തണലുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മക്കളെ, മൂന്നാമത്തെ ഒരു മനുഷ്യനും കൂടിയുണ്ട്. വമൻ അക്സറ സ്വലാത്ത അലയ്യ, എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവൻ. എന്റെ മേൽ സ്വലാത്ത് ആരാണോ കൂടുതൽ ചെല്ലുന്നത്, ആരാണോ സ്വലാത്ത് അധികരിപ്പിക്കുന്നത്, അവനും അർശിന്റെ തണലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു ദിവസം 300 സ്വലാത്തെങ്കിലും ചെല്ലണം. 1000 ചെല്ലണമെന്ന് പറഞ്ഞവരുണ്ട്. അബുൽ ഹസൻ അശ്അരി തങ്ങള് 10,000 സ്വലാത്ത് ദിവസം ചൊല്ലിയിരുന്നവരാ. അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യൻ അബുൽ അബ്ബാസ് മുർസി 70,000 സ്വലാത്ത് ദിനേന ചൊല്ലിയിരുന്നവരാ. ഇടക്കൊന്നുകൂടി പറഞ്ഞോട്ടെ, മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് അല്ലാഹു വഹി അറിയിച്ചത് ഇമാം കുശൈരി തങ്ങൾ തന്റെ റിസാലത്തുൽ കുശൈരിയിൽ പറഞ്ഞത് കാണാം. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബ് പറഞ്ഞു, മൂസ നബിയെ മസാകീന, പാവങ്ങളോട്, ഫുഖറാഇനോട്, മിസ്കീന്മാരോട്, പാവങ്ങളോട് നിങ്ങൾ പെരുമാറണം.
ഇടപഴകണം, ബന്ധപ്പെടണം. കമാ തുസാഇലുൽ അഗ്നിയാ, സമ്പന്നന്മാരോട്, മുതലാളിമാരോട്, പ്രതാപമുള്ളവരോട് ഇടപഴകുന്നത് പോലെ, ബന്ധപ്പെടുന്നത് പോലെ, സംസാരിക്കുന്നത് പോലെ പാവങ്ങളോട് നിങ്ങൾ ഇടപെട്ടിരിക്കണം, പാവങ്ങളോട് നിങ്ങൾ പെരുമാറണം. ഇല്ല, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ മൂസ നബി നിങ്ങളെ അമലുകൾ മുഴുവനും ഞാൻ പൊളിച്ചു കളയും. നിങ്ങളെ നിസ്കാരം എനിക്ക് വേണ്ട, നിങ്ങളെ മറ്റു ഇബാദത്തുകൾ എനിക്ക് വേണ്ട, എല്ലാം ഞാൻ പൊളിച്ചു കളയും. ഉലമാ യശ്ഹദൂന, അല്ലാഹു തആലാക്ക് ഷഹാദത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഭൂമിയിലില്ലായിരുന്നുവെങ്കിൽ, എന്റെ ആസ്തിക്യം സമ്മതിച്ച് എന്നെ കൊണ്ട് വിശ്വസിച്ച് എനിക്ക് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകള് ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ജഹന്നമിനെ ഞാൻ ഒരുക്കിയിട്ട് ഈ ദുനിയാവിന്റെ മേൽ ഞാൻ ഒഴുക്കുമായിരുന്നു. ഒഴുക്കാത്തത്, ഈ ദുനിയാവിലേക്ക് ജഹന്നം ഒരുക്കി ഒഴുക്കാത്തത്, നശിപ്പിക്കാത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നവര് ഈ ഭൂമിയിലുള്ളത് കൊണ്ടാ. മൂസ നബിയെ നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തീരുന്നത്, നിങ്ങൾ ഞാനുമായിട്ട് ഏറ്റവും അടുത്തവനായി തീരുന്നത്, നിങ്ങൾ സിനാ മരുഭൂമിയിൽ കൂടി വന്ന് 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 എന്റെ കലാം കേട്ടപ്പോഴല്ല. ഒരു മനുഷ്യനുള്ള സംസാരശേഷിയേക്കാൾ 10,000 ഇരട്ടി സംസാരശേഷി നിങ്ങൾക്ക് ഞാൻ തന്നപ്പോഴാ നിങ്ങൾക്ക് ഞാനുമായി കലാമാക്കാൻ കഴിഞ്ഞത്. സാധാരണ ഒരു മനുഷ്യനുള്ള കേൾവി ശക്തിയുടെ 10,000 ഇരട്ടി നിങ്ങൾക്ക് കേൾവി ശക്തി നൽകിയപ്പോഴാണ് എന്റെ കലാം കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്. അപ്പോഴല്ല നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത്, നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നത്. ചെങ്കടൽ പിളർത്തിയപ്പോഴല്ല, തൗറാത്ത് വാങ്ങാൻ വന്നപ്പോഴല്ല, എന്നോട് കലാം നടത്തിയപ്പോഴല്ല, എനിക്ക് നിങ്ങളോട് ഏറ്റവും ഇഷ്ടവും ഏറ്റവും പൊരുത്തവും നിങ്ങളോട് എനിക്ക് തോന്നുന്നത്, നിങ്ങൾ എന്നുമാനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എന്റെ ഹബീബായ മുത്തുനബിക്ക് നിങ്ങൾ കൂടുതൽ സ്വലാത്ത് ചെല്ലുമ്പോഴാ, സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നിങ്ങളുടെ നാവുകൾ ചലിക്കുമ്പോഴാ, അപ്പോഴാ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നത്, അപ്പോഴാ നിങ്ങൾ ഞാനുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. മൂസ നബിയെ, ഇതാ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അല്ലാ യനാലക യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ മശ്ശറയിലെ കോടാനുകോടി ജനങ്ങൾ ദാഹിച്ച് അവരെ തൊണ്ടകൾ വരണ്ടുണങ്ങുമ്പോൾ, ഒരു തുള്ളി വെള്ളം കിട്ടാതിരിക്കുമ്പോൾ, അന്നത്തെ ദാഹം നിങ്ങൾക്ക് എത്താതിരിക്കണമെങ്കിൽ, ആ ദാഹത്തെ തൊട്ട് നിങ്ങൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ, അന്ന് നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കണമെങ്കിൽ അലാ മുഹമ്മദിൻ, എന്റെ ഹബീബ് മുത്തുനബിന്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ, സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ തക്ലീഫുള്ള ഉമ്മത്തിൽപ്പെട്ടവരല്ലല്ലോ മൂസ നബി. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി, സത്യവിശ്വാസികളെ നിങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലൂ എന്ന് ബഹുമാനപ്പെട്ട മൂസ നബിയോട് കൽപ്പനയില്ലല്ലോ? ഈ ഉമ്മത്തിൽപ്പെട്ടവരല്ലല്ലോ? അങ്ങനത്തെ മൂസാ നബിയോട് അല്ലാഹു കൽപ്പിച്ചത് നിങ്ങൾക്ക് മശ്ശറയിൽ ദാഹമെത്താതിരിക്കണമെങ്കിൽ, ക്ഷീണം വരാതിരിക്കണമെങ്കിൽ എന്റെ ഹബീബിന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. അതുകൊണ്ട് ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട്, സ്വലാത്ത് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അന്നത്തെ ദിവസം അർശിന്റെ തണലുണ്ട്, അന്ന് ദാഹത്തെ തൊട്ട് ആശ്വാസമുണ്ട്. ഇതൊക്കെയും തങ്ങൾ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന 42ഓളം ഹദീസുകൾ, ആഖിറത്തിൽ മാത്രം കിട്ടുന്ന ഗുണങ്ങളെ പറ്റി 42ഓളം ഹദീസുകൾ വിനീതനായ ഞാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. സഹിഹ് ഹദീസുകൾ മാത്രം. തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയാൽ ആഖിറത്തിൽ കിട്ടുന്ന പ്രത്യേകത. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്, തീർന്നില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അർശിനെ കൊണ്ടുവന്ന് സ്ഥാപിക്കപ്പെട്ടു. അർശിനെ കൊണ്ടുവന്ന് സ്ഥാപിക്കപ്പെടുമ്പോൾ കൊല്ലങ്ങൾ എത്രയായി, വർഷങ്ങൾ എത്രയാ നിൽക്കുന്നത്. ആ സമയത്ത് ഈ ദുനിയാവിലെ സംഭവം മുഴുവനും മറന്നുപോയി, മുത്തുനബി പറഞ്ഞതൊക്കെ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ആളുകൾ ആദം നബിയെ കണ്ടുപിടുകയാ.
ആദൻ നബിയെ കണ്ടുപെടുമ്പോ ആദൻ നബിയേ നിങ്ങൾ ഞങ്ങളെ ഉപ്പയല്ലേ ആദൻ നബിയോട് പറയുന്നു നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് ശഫാഅത്ത് ചെയ്യുമോ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് റബ്ബിനോടൊന്ന് പറയുമോ? ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുവിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. നേരത്തെ തന്നെ ഇതൊക്കെ നമ്മൾ പഠിച്ചറിഞ്ഞ ഹദീസാണെങ്കിൽ തന്നെ അന്നവിടെ ഇതൊക്കെ നടക്കേണ്ടതിനാൽ ഇതൊന്നും ആളുകൾക്ക് ഓർമ്മയുണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പ്രവാചകന്മാർക്കും അത് കഴിയൂല, അവസാനത്തെ മുത്തുനബിക്ക് മാത്രമാണ് കഴിയുക. എങ്കിൽ നേരത്തെ തന്നെ മുത്തുനബിയെ സമീപിച്ചാൽ പോരെ? ഇല്ല, അതൊന്നും ഓർമ്മയുണ്ടാവില്ല. അന്ന് ഇങ്ങനെയാണ് നടക്കേണ്ടത്. അതിന് പടച്ച റബ്ബ് കളമൊരുക്കുകയാണോ? ബഹുമാനപ്പെട്ട ആദൻ നബി പറഞ്ഞു, ഇല്ല ഇല്ല, ഞാനതിന് ആളല്ല, എന്റെ കാര്യം തന്നെ ബേജാറിലാണ്. അന മശ്ഗൂലും ബിനഫ്സി, ഞാൻ എന്റെ കാര്യത്തിൽ വല്ലാത്ത ശുഗ്ലാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ആദൻ നബി കൈയൊഴിയുകയാണ്. 1000 കൊല്ലങ്ങൾക്ക് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. നൂഹ് നബിയും പറഞ്ഞൊഴിയുകയാണ്. അല്ലാഹ് വീണ്ടും 1000 കൊല്ലം കഴിയുമ്പോൾ ഇബ്രാഹിം നബിയെ കാണുന്നു, അതുപോലെ മൂസ നബിയെ കാണുന്നു. എല്ലാവരും ഈ രൂപത്തിൽ കൈയൊഴിയുന്നു. അപ്പോഴേക്ക് 10,000 കൊല്ലങ്ങൾ കഴിയുന്നു. ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ മാത്രം കാണാനില്ല. അവസാനം ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് 3-4 മഹിളാരത്നങ്ങളുണ്ട്. ആരാണത്? ഒന്ന് മറിയം ബീവിയാണ്, മറ്റൊന്ന് ആസിയ ബീവിയാണ്, മറ്റൊന്ന് ഖദീജ ബീവിയാണ്, മറ്റൊന്ന് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ. ഈ 4 മഹിളാരത്നങ്ങളുള്ളത് അർശിന്റെ താഴ്ഭാഗത്താ. അർശിന്റെ ചായ്പില് അല്ലാഹ് നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് സാധനങ്ങൾ ഇടാൻ വിറക് പുരയായിട്ടുണ്ടാക്കുന്ന ഒരു ചായ്പില്ലേ, അതുപോലത്തെ ചായ്പ് എന്നാണ് സുറാദിക്കാത്തിന്റെ അർത്ഥം. അങ്ങനത്തെ ചായ്പിലാണ് ആദൻ നബി നിൽക്കുന്നത്. സുറാദിക്കാത്തുൽ അർശി. ആ നിൽക്കുമ്പോഴാണ് പടച്ച റബ്ബിന്റെ ഓർഡർ വന്നുപോയി, ജഹന്നം കൊണ്ടുവരപ്പെടട്ടെ, നരകം കൊണ്ടുവരപ്പെടട്ടെ. ഓ മുസ്ലിമീങ്ങളെ, ഈ ജഹന്നമിനെ കുറിച്ച് എന്താ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഈ ജഹന്നം ഒരു ചെറിയ കുഴിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അഗ്നികുണ്ഡമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ജഹന്നം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ജഹന്നം, ഈ ജഹന്നം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജഹന്നം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവരാൻ റബ്ബിന്റെ ഓർഡർ കിട്ടിപ്പോയി. മഹാനായ ജിബ്രീൽ ചെന്ന് പറഞ്ഞു പോയി, നരകം അനങ്ങുന്നില്ല. 70,000 സഫുകൾ സബാനിയത്തെന്ന മലക്ക് പോവുകയാ. 70,000 അല്ല, 70,000 സഫ് മലക്കുകളാണ് പോകുന്നത് ആ ജഹന്നമിനെ കൊണ്ടുവരാൻ. അല്ലാഹ് ജഹന്നമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ജഹന്നം അനങ്ങൂല. ജഹന്നമിന്റെ അതിന്റെ ന്യായാധിപൻ, അതിന്റെ മേധാവി മഹാനായ മാലിക്കിനോട് പറയുന്നു, റബ്ബ് വിളിക്കുന്നുണ്ട്. ജഹന്നമിന് നിങ്ങൾക്കറിയുമോ 4 കാലുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, 30,000 തലകളുണ്ട്. 30,000 തലകളിൽ ഓരോ തലകളിലും 30,000 വായകളുണ്ട്. അതിന്റെ ആ ചുണ്ടുകൾ, ഓരോ ചുണ്ടും താഴെ ചുണ്ടും മേലെ ചുണ്ടും ദുനിയാവിന്റെ കട്ടിയുണ്ട്. ഈ ജഹന്നമിന്റെ മേൽഭാഗത്തുള്ള ചുണ്ടുകളിൽ 70,000 വട്ടക്കണ്ണികളുണ്ട്. ഓരോ വട്ടക്കണ്ണിയും കടിഞ്ഞാണിട്ടിട്ട് 70,000 മലക്കുകൾ വലിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ബുഖാരിയിലുണ്ട്, യജുറൂനഹാ, ഈ
ഈ രൂപത്തിലുള്ള സൃഷ്ടിയാണ് ഈ ജഹന്നം. ജഹന്നമിന് കണ്ണുകളുണ്ട്, ജഹന്നമിന് മൂക്കുണ്ട്, ജഹന്നമിന് സംസാരമുണ്ട്. അത് മക്കളെ ഒരു നിർജീവ വസ്തുവല്ല. പച്ചയായ ഖുർആനാ പറയുന്നത്. യൗമ തഖൂലു ലി ജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. സൂറത്തു അൽ മുർസലാത്ത് ഉർഫ. ഈ സൂറത്തിൽ കാണുന്നില്ലേ, തദ്ഉ മൻ അദ്ബറ വതവല്ല. നരകം ആളുകളെ വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഈ നരകത്തിന് കൃത്യമായ ബോധമുണ്ട്, ഇതിന് സംസാരമുണ്ട്, ഇതിന് ചലനമുണ്ട്. ഈ ജഹന്നം അനങ്ങൂല. മഹാനായ മാലിക് എന്ന മലക്ക് ചോദിക്കുന്നു, ജഹന്നമേ അത്തഅസീന റബ്ബകി, നിന്റെ റബ്ബിന്റെ കൽപ്പനക്കെതിരെ ചെയ്യുകയാണോ? റബ്ബിനനുസരിക്കുന്നില്ലേ ജഹന്നമേ? റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യുന്നില്ലേ ജഹന്നമേ? റബ്ബിന്റെ കൽപ്പന സ്വീകരിക്കുന്നില്ലേ ജഹന്നമേ എന്ന് മാലിക് എന്ന മലക്ക് അതിന്റെ മേധാവി ചോദിക്കുമ്പോഴാണ് അവിടുന്ന് ചലിക്കുന്നത്. ആ നരകം ഒന്ന് ചലിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എത്ര ഭയങ്കരമായ ശബ്ദമാണ് നരകം അതിന്റെ ശ്വാസമെന്ന് വിടുമ്പോൾ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ബുഖാരിയിലില്ലേ, മുസ്ലിമിലില്ലേ? ഈ ദുനിയാവിൽ ഏറ്റവും ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുന്നത് നരകം പുറത്തോട്ട് ശ്വാസം വിടുമ്പോഴാ. ഈ ദുനിയാവിൽ ഏറ്റവും ഭയങ്കരമായ തണുപ്പ് അനുഭവപ്പെടുന്നത് അത് മേൽപോട്ട് ശ്വാസം വലിക്കുമ്പോഴാ, ശ്വസിക്കുമ്പോഴും ുമാണ്. ഇപ്പോഴും തുടങ്ങിയിട്ടില്ല, പരിപാടി തുടങ്ങിയിട്ടില്ല, ഹിസാബ് തുടങ്ങിയിട്ടില്ല, ചോദ്യം തുടങ്ങിയിട്ടില്ല, ഏട് കൊടുത്തിട്ടില്ല, മീസാൻ കൊണ്ടെന്ന് വെച്ചിട്ടില്ല, അള്ള വന്നിട്ടില്ല. ഇനി എന്തൊക്കെ വരാനുണ്ട്, ഇനി എന്തൊക്കെ സംഭവിക്കാനുണ്ട്? ഞാൻ ചോദിക്കുന്നു, ഈ വക കാര്യം ആർക്ക് ബോധമുണ്ട്? അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. നരകം കൊണ്ടുവന്നു, അവിടെ സ്ഥാപിക്കപ്പെട്ടു ഈ രൂപത്തിൽ. അടുത്ത് സ്വർഗം കൊണ്ടുവരാൻ പോവുകയാണ്. അടുത്ത് കൊണ്ടുവരുന്ന സ്വർഗം മുത്തഖീങ്ങൾക്ക് അടുപ്പിക്കപ്പെട്ടു. 500 കൊല്ലത്തെ വൈദൂരത്ത് അകലെ നിന്ന് അടിച്ചു വീശുന്ന പരിമളമുള്ള സ്വർഗം കൊണ്ടുവരപ്പെട്ടു. പക്ഷേ സ്വർഗത്തിന്റെ പരിമളം എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയില്ല. അതാ പ്രത്യേകത. നരകത്തിൻ്റെതോ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയും. അതിന്റെ ദുർഗന്ധവും അതിന്റെ തീനാളങ്ങളും അതിന്റെ പൊരികളും എല്ലാവരും അറിയും. അതേ സമയത്ത് സ്വർഗത്തിന്റെ പരിമളം അത് മുത്തഖീങ്ങൾക്ക് മാത്രം. ആ രൂപത്തിൽ സ്വർഗം അടുപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ടൊരു ഞാൻ ഓടിപ്പാച്ചിരി തീരൂലല്ലോ, എവിടെയും തീരൂല, മത്സരം തീരൂല. ഞാനിപ്പോ മത്സരം തുടങ്ങിയപ്പോ ഞാൻ ഒരു ഓട്ടപ്പാച്ചിരി നടത്തുകയാണ്. കഴിഞ്ഞല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നിക്കൊല്ലം പറയണില്ല. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നീടുള്ള പരിപാടി യൗമ യുക്ശഫു അൻ സാഖ്. റബ്ബ് പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. എല്ലാം റെഡിയായി, ഇനി അല്ലാഹു പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. യൗമ യുക്ശഫു അൻ സാഖ് വയുദഊന ഇല സുജൂദ് ഫലാ യസ്തതിഊൻ. ഈ ആവനാഴിയിൽ അമ്പ് കുത്തി നിറച്ചതുപോലെ നിൽക്കുന്ന ജനകോടികളിലേക്ക് ജനങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ ജനങ്ങൾക്ക് ചുറ്റും മനുഷ്യരെക്കാൾ 10 ഇരട്ടി കൂടുതലുള്ള ജിന്നുകളാണ് നിൽക്കുന്നത്. ജിന്നുകൾക്ക് ചുറ്റും ഈ ലോകത്തുള്ള മറ്റു ജീവജാലങ്ങളാണ്. ലോകത്ത് കരയിലുള്ള മൃഗങ്ങൾ മനുഷ്യരെ 10 ഇരട്ടി മറ്റു മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പറവകളുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും പടച്ച റബ്ബ് ഇതിന്റെ പിറകിൽ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മൾ കേട്ടില്ലേ, ഇപ്പോ പക്ഷിനെ പറ്റി മാത്രം പഠനം നടത്തി കേരളത്തിൽ 12,000 തരം പക്ഷികളുണ്ട്. എത്ര തരം മൃഗങ്ങളുണ്ട്, എത്ര ജന്തുക്കളുണ്ട്, എത്ര വിരകളുണ്ട്. നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മണ്ണിര
ഇതുവരെ സർവ്വ ജീവികളെയും റബ്ബ് ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ശക്തിയുള്ള നായ, ശക്തി കുറഞ്ഞ നായ കടിച്ച് പരിക്കേൽപ്പിക്കാറില്ലേ? ഓരോ ജീവികളെടുത്ത് പരിശോധിച്ചാലും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കൂടുന്നില്ലേ? കോഴികൾ കൊത്തുകൂടുന്നില്ലേ? പക്ഷികൾ പരസ്പരം ആക്രമിക്കുന്നില്ലേ? മൂരികൾ കുത്തുകൂടുന്നില്ലേ? എല്ലാ ജീവി പരസ്പരം പ്രശ്നങ്ങളില്ലേ? സംഘട്ടനങ്ങളില്ലേ? അതിന് മുഴുവനും റബ്ബ് നിന്റെ മുൻപിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ നരകം കൊണ്ടുവച്ചപ്പോ മശദാ സാഹിറയിൽ നരകം കൊണ്ട് ഹാജരാക്കിയപ്പോ ആകാശത്തിന്റെ കളർ മാറിപ്പോയി. നരകത്തിൽ നിന്ന് കത്തി തീയിന്റെ ചൂട് കൊണ്ട് ആകാശത്തിന്റെ കളറ് മാറി. അല്ലാ ഹബീബ് പറയുകയാണ്, ഉരുകിയ ചെമ്പ് പോലെ തുടങ്ങി. ഉരുകിയിട്ടിങ്ങോ ഉറ്റുന്നില്ല എന്ന് മാത്രം, അത്രയും ആകാശത്തിന്റെ കളറ് മാറി. വൻതസറത്തിൽ കവാകിബ്, നക്ഷത്രങ്ങളൊക്കെ ഉതിർന്ന് വീണു. വഇദശംസു, സൂര്യത്തിന് മങ്ങലേറ്റു. നരകം താഴ്ഭാഗത്ത് കൊണ്ടുവച്ചതിനോടുകൂടെ നമുക്കറിയാമല്ലോ, നന്നായിട്ടുള്ളൊരു നല്ല സാധാരണ നല്ല തീയുള്ള ഭയങ്കര ചൂടുള്ള ഒരു ചെമ്പ് കൊണ്ടുവച്ചാൽ മേൽഭാഗത്തേക്ക് ഹാവികൾ ഉയരുന്നത് പോലെ നരകത്തിൽ നിന്ന് ഉയരുന്ന തീപ്പൊരി കൊണ്ട്, അതിന്റെ ചൂട് കൊണ്ട് സൂര്യന് മങ്ങലേറ്റു. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണു. ആകാശമുരുകി. പെയിന്റ് അടിച്ചതുപോലെ, ഖുർആന്റെ ഭാഷയതല്ല, കദ്ദിഹാൻ, പെയിന്റ് അടിച്ചതുപോലെ ഉരുകിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഉരുകി താഴേക്ക് വീഴുന്നില്ല. മാത്രമല്ല, അതിനുശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത് മുസ്ലിമീങ്ങളെ, വളരെ ബഹുമാനത്തോടെ ഞാനും നിങ്ങളും ഓതുന്ന ഖുർആനിലുള്ള പച്ച യാഥാർത്ഥ്യങ്ങളാ. ഇന്ന് വരെ എന്താണ് ഈ ഖുർആനിലുള്ളത്? എന്താ റബ്ബ് നമ്മോട് പറയുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ വിശുദ്ധ ഖുർആന കെട്ടുകഥകളല്ല, ഐതിഹ്യമല്ല, പുരാണമല്ല, ലൈഫായ ഹദീസല്ല. നമ്മൾ ഒരക്ഷരത്തിന് 100 കൂലി കിട്ടുമെന്ന് പറഞ്ഞ ഖുർആനിലുള്ളത്. ആകാശം കണ്ടുകീറി, ആകാശങ്ങൾ പൊട്ടിക്കീറിയിട്ട്, പൊട്ടിക്കീറി ആകാശത്തിന്റെ വെടവിലൂടെ വനുസിലൽ മലായികത്തു തൻസീലാ, കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരികയാ. അറിയുമോ, ഈ ദുനിയാവിലുള്ള മൊത്തം മനുഷ്യരുടെ ജിന്നുകളുടെ 10 ഇരട്ടി മലക്കുകൾ ഒന്നാം ആകാശത്തുണ്ട്. 20 ഇരട്ടി മലക്കുകൾ രണ്ടാം ആകാശത്തുണ്ട്. 30 ഇരട്ടി മൂന്നാം ആകാശത്തുണ്ട്. 40 ഇരട്ടി നാലാം ആകാശത്തുണ്ട്. 7ആം ആകാശത്ത് മൊത്തം ഭൂമിയിലുള്ള മനുഷ്യരുടെ ജിന്നുകളുടെ 70 ഇരട്ടി ഉണ്ട്. ആ മലക്കുകൾ മൊത്തം ഇറങ്ങി വന്നു, ചുറ്റും നിന്നു. കേട്ടോ, അല്ലാഹ് മുഴുവനും സഫ് കെട്ടിപ്പോയി. സഫായ നിലക്ക് നിൽക്കുന്നു, അണിയണിയായിട്ട് നിൽക്കുന്നു. അവിടത്തേക്ക് റബ്ബ് വരുന്നു. റബ്ബ് പ്രത്യക്ഷപ്പെടുമ്പോ അല്ലാഹ് സർവ്വ സൃഷ്ടികളും, മനുഷ്യരും ജിന്നുകളും, നല്ലവനും തീയവനും എല്ലാവരും റബ്ബിനെ കാണുന്നുണ്ട്. സന്തോഷത്തിന്റെ റബ്ബല്ല, കാരുണ്യത്തിന്റെ കാഴ്ചയല്ല, അനുഗ്രഹത്തിന്റെ കാഴ്ചയല്ല. ക്രോധനായ റബ്ബിനെ കാണാത്തവരില്ല. സിംഹാസനത്തിൽ റബ്ബ് പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി സർവ്വ സൃഷ്ടികളും സുജൂദിൽ വീഴുന്നു, റബ്ബിന് സുജൂദ് ചെയ്യുന്നു. പക്ഷേ
വിശുദ്ധ ഖുർആന് പച്ചയായിട്ട് പറയുന്നു, ഫലാ യസ്തതീഊ. മുനാഫിഖീങ്ങൾക്ക് സുജൂദ് കഴിയില്ല, കാഫിരീങ്ങൾക്ക് സുജൂദ് കഴിയില്ല. കൃത്യമായിട്ട് 5 വഖത്ത് നിസ്കരിക്കാത്തവന് സുജൂദ് കഴിയില്ല, അവന്റെ ഊരവളയില്ല. അവനതാ മുട്ടുകുത്തുന്നതിന് പകരം അവൻ മുഖം കുത്തി വീഴുകയാ. അതേ കൃത്യമായിട്ട് നിസ്കരിച്ച ഭർത്താവ് സുജൂദിൽ, ഭാര്യ കുന്തം പോലെ നിൽക്കുന്നു, ഉപ്പൈദാ സുജൂദിൽ കിടക്കുന്നു, മക്കൾ ഇങ്ങനെ നിൽക്കുന്നു. ഖുർആനിലെ വയഖ്ശാഹുന്നില്ല തർഹഖുന്നില്ല, അപമാനം പൊതിഞ്ഞു പോയി, മുഖം കെട്ടുപോയി. അല്ലാഹ് പറയുകയാ, വഖദ് കാനൂ യുദ്ഔന ഇലസ്സുജൂദി വഹും സാലിമൂൻ. ദുനിയാവിൽ വെച്ച് കൃത്യമായിട്ട് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ, ഊരക്ക് കംപ്ലൈന്റ് ഇല്ലാതിരുന്നപ്പോ, മുട്ടിന് കംപ്ലൈന്റ് ഇല്ലാതിരുന്നപ്പോ, എത്ര വേണമെങ്കിലും ഓടാനും ചാടാനും തിരിയാനും അറിയാനും ഒക്കെ ആരോഗ്യമുള്ളപ്പോ, സുജൂദിലേക്ക് വിളിക്കപ്പെട്ടപ്പോ അത് സ്വീകരിക്കാത്തവനാ, ഇന്നവന് സാധ്യമല്ല. അല്ലാഹു തആല അവരെ ഊരയെ ഒരു കൊമ്പ് പോലെ, അതാ മൃഗത്തിന്റെ കൊമ്പ് പോലെ അല്ലാഹ് ആക്കി തീർത്തു. റസൂലുള്ളാഹ് ആ നിലക്ക് നിൽക്കും. ഞാൻ നിർത്തുകയാണ്. അല്ലാഹ് ആദ്യം തന്നെ പറയാൻ പോണ എന്താ അറിയോ? മിണ്ടിപ്പോകെ ഒരൊറ്റ കുട്ടിയെ മിണ്ടാൻ പാടില്ല, ഒരക്ഷരം ഒരാൾ മിണ്ടാൻ പാടില്ല. ആദ്യത്തെ അല്ലാഹുവിന്റെ ഓർഡർ അതാണ്. ദുനിയാവിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ദുൽമ് നിങ്ങൾ ചെയ്തു, എന്തൊക്കെ അക്രമങ്ങൾ നിങ്ങൾ ചെയ്തു, ഞാൻ തന്ന എന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ, എന്റെ ഭൂമിക്ക് മുകളിൽ, ഞാൻ തന്ന ആരോഗ്യം കൊണ്ട്, ഞാൻ തന്ന കണ്ണുകൊണ്ട്, ഞാൻ തന്ന ലൈംഗികാവയവങ്ങളെ കൊണ്ട്, ഞാൻ തന്ന എന്റെ ഓക്സിജൻ ശ്വസിച്ചിട്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്തു, ഞാൻ മിണ്ടിയില്ലല്ലോ. അപ്പോഴൊന്നും ഞാൻ മിണ്ടിയില്ലല്ലോ. അൻസിതു, മിണ്ടിപ്പോകരുത്. ഒരൊറ്റ കുട്ടിയെ മിണ്ടി. ഈ ദുനിയാവിൽ നിങ്ങൾ എന്തൊക്കെ പരാക്രമങ്ങൾ ചെയ്തു, ഈ പരാക്രമങ്ങൾ ചെയ്തപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ, ഞാൻ നിങ്ങളോടൊന്നും ചെയ്തില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് മിണ്ടിപ്പോകരുത്. ആ രൂപത്തിൽ അല്ലാഹു നിർത്തുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് പറഞ്ഞു തീരാത്തത് അല്ലാഹുവിനെ ഒരിക്കൽ തൗഫീഖ് ചെയ്താൽ ഇവിടെ അങ്ങോട്ട് പറയും. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുഷ്യന് ആഖിറത്തെ പറ്റി അറിയില്ല, വിചാരണയെ പറ്റി അറിയില്ല, ഇനി സംഭവിക്കാൻ പോകുന്ന ഒന്നും അറിയില്ല. അത് കേട്ടിട്ട് പഴയ കാലത്ത് ഉസ്താദുമാർ 40 ദിവസമൊക്കെ വഅദ് പറഞ്ഞിരുന്നത് കേട്ടു, വളരെ അപൂർവമായിട്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന് പേടിയില്ലാത്തത്, അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന് ബോധമില്ലാത്തത്. ഇതൊക്കെ നമ്മുടെ ഖുർആനിലുള്ളതാണ്, പച്ചയായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആഖിറത്തെ പറ്റി ബോധം വേണം. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇപ്പോൾ വിചാരണ നിൽക്കുന്നേയുള്ളൂ, വിചാരണ തുടങ്ങിയിട്ടില്ല, തങ്ങളെ ശഫാഅത്ത് വന്നിട്ടില്ല, തങ്ങളെ അന്നത്തെ കണ്ടെത്തുന്ന അവസരം വന്നിട്ട് അന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂൽ അന്ന് എല്ലാ ജനങ്ങളും ചെല്ലുമ്പോൾ പിന്നെ എല്ലാവരും വിളിക്കുന്ന, അന്ന് ഉയരുന്ന ഒരേ ഒരു ശബ്ദം, വാ മുഹമ്മദാ വാ അഹ്മദാ വാ അബുൽ ഖാസിമാ. ഇത് മാത്രമാണ് അന്ന് മഹ്ശറിൽ ഉയരുന്ന ശബ്ദം. വാ മുഹമ്മദാ വാ അഹ്മദാ വാ അബുൽ ഖാസിമാ. ഇത് മാത്രമാണ് അന്ന് മഹ്ശറിൽ ഉയരുന്ന ഒരു ശബ്ദം. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ച ആളുകൾ പോകുക, ഉമ്മത്ത് ചോദിക്കുന്നു, വാ മുഹമ്മദാ ഐന തഗീബു അന്നാ തറക്തനാ. യാ മുഹമ്മദാ, മുത്തുനബിയേ, തങ്ങൾ ഞങ്ങളെ തൊട്ട് എവിടെയാണ് മറഞ്ഞു നിൽക്കുന്നത്, തങ്ങൾ എവിടെയാണ് ഒളിച്ചു നിൽക്കുന്നത്, തങ്ങൾ എവിടെയാണ് ഞങ്ങളെ തൊട്ട് മറഞ്ഞു നിൽക്കുന്നത്. തറക്തനാ, തങ്ങൾ ഞങ്ങളെ കൈവിട്ടുവോ, തങ്ങൾ ഞങ്ങളെ ഒഴിവാക്കിയോ എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബിയെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ഉമ്മത്ത് പൊട്ടിക്കരയുമ്പോൾ സുറാദിഖാത്തുൽ അർശിൽ നിന്നുകൊണ്ട് ആദം നബി പറയുന്നു, മുത്തുനബിയേ,
അങ്ങയുടെ ഉമ്മത്തല്ലേ അങ്ങയെ വിളിച്ചുകൊണ്ട് കരയുന്നു, അങ്ങയുടെ ഉമ്മത്തല്ലേ അങ്ങയെ ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട മറിയം ബീവി, മാസിയ ബീവി, ഇവരെ കൂടെ തിരുക്കല്യാണം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹബീബായ മുത്തുനബി കല്യാണം കഴിക്കാൻ പോകുന്ന തരുണിമണികളല്ലേ. മറിയം ബീവിയെ മുത്തുനബി മുമ്പ് കണ്ടിട്ടില്ല, മറിയം ബീവിന്റെ കലാം മുമ്പ് കേട്ടിട്ടില്ല. ആദ്യമായി അള്ളാന്റെ റസൂല് മറിയം ബീവിയെ കാണുന്നു, അവിടുത്തെ കലാം കേൾക്കുന്നു. മറിയം ബീവി പറയുന്നു, ഹിയ ഉമ്മത്തു മുഹമ്മദ് നബിയേ. അവിടുത്തെ ഉമ്മത്ത് അയ്യം വിളിച്ചു വരുന്നു, ഉമ്മത്ത് കരഞ്ഞു വരുന്നു, ഉമ്മത്തിനെ ഒന്ന് സ്വീകരിക്കൂ. ആദ്യമായിട്ട് മറിയം ബീവി സംസാരിക്കുന്നത് മുത്തുനബി കേൾക്കുകയാ. എന്തൊരു സുന്ദരമായ സംസാരമാണ്. വല്ലാത്ത കന്യക പെണ്ണല്ലേ, മുത്തുനബിക്ക് കല്യാണം ചെയ്യാനുള്ള പെണ്ണല്ലേ, ബഹുമാനപ്പെട്ട ഈസനബിന്റെ ഉമ്മയല്ലേ. ഇരിക്കട്ടെ, ഹബീബ് പറയുന്നു, അനലഹ അനലഹ അനലഹ, പേടിക്കണ്ട, ഞാനതിന് ആളാ, ഞാനത് ചെയ്യുന്നതാ, നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാ എന്ന് പറഞ്ഞിട്ട് അർശിന്റെ താഴ്ഭാഗത്ത് പോയി മുത്തുനബി സുജൂദിൽ വീഴുന്നു. ഹബീബ് പഠിപ്പിക്കുന്നു, ഇന്ന് എനിക്ക് ഓർമ്മയിൽ വരാത്ത, ഇന്ന് വരെ ചിന്തയിൽ വരാത്ത ഒരുപാട് മഹാമിതുകളെ കൊണ്ട്, റബ്ബിന്റെ സ്തുതി കീർത്തനങ്ങളെ കൊണ്ട് അന്ന് ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നതാണ്. ആർക്കും അപ്പം വെറുപ്പ് തോന്നൂല. ഇത്ര തിരക്കുള്ള സമയത്ത്, പ്രയാസമുള്ള സമയത്ത് ഇയാൾ എന്താണ് ഇത്ര അധിക പ്രസംഗം നടത്തുന്നു എന്ന് ഒരാളും അന്ന് പറയില്ല. സർവർക്കും ഇഷ്ടപ്പെടുന്ന, സർവരും സ്വീകരിക്കുന്ന, സർവർക്കും താല്പര്യമുള്ള ഒരു ഹമീദ് ഞാൻ അന്ന് സ്തുതിക്കുന്നതാണ്. ഭയങ്കര തിരക്കുള്ള സമയത്ത് ഒരാൾ വന്ന് വല്ലാതെ വർത്താനം പറഞ്ഞ നിങ്ങൾ എന്താ പറയാ, എന്താ പാ ചങ്ങായി അവിടെ നിന്ന് പറയണേ, ഇതിന് സമയമില്ല. എന്നാൽ ആ സമയത്ത് അല്ലാഹു റസൂൽ പറയുന്നു, ഞാൻ എത്ര സ്തുതിച്ചാലും ആരും പറയില്ല, ആർക്കും വെറുപ്പ് വരില്ല, ആർക്കും അനിഷ്ടമുണ്ടാവില്ല, എല്ലാവരും എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അത്തരം സ്തുതി കീർത്തനങ്ങളെ കൊണ്ട് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, ഞാൻ സുജൂദിൽ കിടക്കും. മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. അവിടെ നിന്ന് അങ്ങോട്ട് മറ്റൊരിക്കൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.